نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا اللهم رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരമകാരുണികനായ റബ്ബ് ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ പുറത്ത് ചെയ്തു വെച്ചിട്ടുള്ള നന്മകൾ മുഴുവൻ സ്വീകരിച്ച് നാളെ സ്വർഗത്തിൽ ഒരിടം ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവരെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ള വിശ്വാസികളെ, ചരിത്രത്തിന്റെ ഇന്നലകളിൽ നമുക്ക് ദിശാബോധം നൽകുന്ന, നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ കടന്നു പോയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലെ ചര്യകളും അവർ പല ബാധ്യതകളെയും നോക്കിക്കണ്ടതും പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തും. ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുമോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. പ്രത്യേകിച്ചും മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന വിഷയത്തിൽ ചില മാതൃകകൾ നമ്മൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. സ്വഹാബികളെ കണ്ട് ജീവിച്ച താബഈ പണ്ഡിതന്മാരിൽ ശ്രേഷ്ഠരായ ഒന്ന് രണ്ട് വ്യക്തികളുടെ ചരിത്രമുണ്ട്. മഹാനായ അലി ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാഹ്, അദ്ദേഹം മഹാപണ്ഡിതനാണ്, പണ്ഡിത ശ്രേഷ്ഠനാണ്. പക്ഷെ തന്റെ ഉമ്മയുമായി ഒത്തിരുന്ന് ആഹാരം കഴിക്കില്ല. അങ്ങനെ ആളുകൾ ചോദിച്ചു, എന്താ ഇത്രയും അറിവും വിവരവും പണ്ഡിതനും പാണ്ഡിത്യവും ഒക്കെ ഉള്ള വ്യക്തിയായ താങ്കൾ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ താങ്കൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടിയുടെ
ആ ഒരു ആഴം, അദ്ദേഹം ചിന്തിച്ച ആ ഒരു ആഴം പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തും. അദ്ദേഹം പറഞ്ഞത് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഉമ്മയുടെ അടുക്കൽ ഉമ്മയോടൊത്ത് ഞാനൊരു പാത്രത്തിൽ ഇരുന്ന് കഴിക്കുമ്പോ ഉമ്മ മനസ്സിൽ ആഗ്രഹിച്ചതോ ഇഷ്ടപ്പെട്ടതോ ആയ ഒരു ഭാഗം ഞാൻ ആ പാത്രത്തിൽ നിന്നെങ്ങാനും എടുത്ത് കഴിച്ച് അങ്ങനെ ഒരു മനോവിഷമമെങ്ങാനും എന്റെ ഉമ്മയ്ക്ക് ഉണ്ടായാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അത്രയ്ക്കും ആദരിക്കപ്പെടേണ്ടവരാണ് മാതാപിതാക്കൾ എന്ന തിരിച്ചറിവാണ് അദ്ദേഹം പകർന്നു നൽകിയത്. മഹാനായ മുഹമ്മദ് ഇബ്നു സീരീൻ മറ്റൊരു താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം തന്റെ മാതാവിനോട് ഇടപഴകുമ്പോ ഒരു വലിയ രാജാവിന്റെ മുമ്പിൽ ഒരു പ്രജ അല്ലെങ്കിൽ ഒരു അടിമ വന്ന് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഇടപെട്ടിരുന്നത് എന്നാണ്. വളരെ ആദരവോടെ, ബഹുമാനത്തോടെ, എല്ലാവിധത്തിലും ഒരു വലിയ യജമാനന്റെ മുമ്പിൽ ഒരു അടിമ നിൽക്കുന്നത് പോലെ അദ്ദേഹം തന്റെ മാതാവിന്റെ മുമ്പിൽ നിൽക്കുകയും ഇടപഴകുകയും ചെയ്തു എന്നാണ് ചരിത്രം. മറ്റൊരു സംഭവം ചരിത്രത്തിൽ കാണാം. യമനിയായ ഒരു മനുഷ്യൻ അന്നത്തെ കാലഘട്ടത്തിൽ യമനിൽ നിന്നും മക്കയിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരികയാണ്. അത് ആരുടെ ആഗ്രഹമാണ്? തന്റെ ഉമ്മയുടെ ആഗ്രഹം പൂർത്തീകരിക്കാനാണ്. വൃദ്ധയായ, നടക്കാൻ കഴിയാത്ത തന്റെ ഉമ്മയുടെ ആഗ്രഹമാണ് മക്കയിൽ പോയി ഹജ്ജ് ചെയ്യണമെന്ന്. 1000-ൽ പുറത്ത് കിലോമീറ്റർ ഉണ്ട്. കാൽനടയായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ വളരെയേറെ ത്യാഗം സഹിച്ച് കല്ലും മുള്ളും പിന്നെ ദുർഘടം പിടിച്ച വഴികളും മലമ്പാതകളും ഒക്കെ താണ്ടി 1000കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആ മനുഷ്യൻ കഅബ ത്വആഫ് ചെയ്യുകയാണ്. തന്റെ ഉമ്മയെ ചുമലിലിരുത്തിയിരിക്കുകയാണ് അത്രയും സമയം. ത്വആഫ് നടത്തി സഈ ചെയ്ത് ആ ഉമ്മയുടെ അടുക്കൽ ആ മകൻ വന്ന് പറയുന്നുണ്ട്, ഉമ്മ നിങ്ങൾ ചെയ്തു തന്നതിന് പകരം വല്ലതുമായോ? ഇതുകൊണ്ടൊക്കെ പൂർത്തിയാകുമോ? നിങ്ങൾ ചെയ്തു തന്നതിന് പകരമാകുമോ എന്നൊക്കെ ചോദിക്കുമ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഈ സംഭാഷണം കേൾക്കുന്നുണ്ട്. ഈ സംഭാഷണം കേട്ടിട്ട് ആ യമനിയായ മകനോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, നിന്നെ കുറിച്ച് ഓർത്തിട്ടോ, നിന്നെ കുറിച്ച് ആലോചിച്ചിട്ടോ നിന്റെ ഉമ്മയുടെ ഉള്ളിൽ നിന്ന് വന്ന ഒരു ചുടു നിശ്വാസത്തിന്, ഒരു ദീർഘശ്വാസത്തിന് പോലും പകരമായിട്ടില്ല ഇത്. ഏത് 1000കണക്കിന് കിലോമീറ്ററുകൾ ചുമന്നിട്ടും ആ ഉമ്മയെ ചുമലിൽ വെച്ചുകൊണ്ട് കഅബ ത്വവാഫ് ചെയ്തിട്ടും സഈ സഫാ മർവ ആ കുന്നുകൾക്കിടയിലൂടെ 7 തവണ നടന്നിട്ടും അതുകൊണ്ടൊന്നും പകരമാവില്ല. അതൊക്കെ ഒരു ചുടു നിശ്വാസത്തിന് മാത്രമേ പകരമാവുകയുള്ളൂ എന്നാണ് ആ യമനിയായ മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. ഈ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളൊക്കെ എത്രയോ അകലെയാണ് പ്രിയമുള്ളവരെ ആ വിഷയത്തിൽ. മാതാപിതാക്കളോട് ഇടപഴകുന്ന വിഷയത്തിൽ, അവരോടുള്ള മര്യാദകൾ പാലിക്കുന്ന വിഷയത്തിൽ, ആ കടമ പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ നമ്മൾ ഒരുപാട് പിറകിലാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന സംഭവങ്ങളാണ് ഈ 2-3 സംഭവങ്ങൾ. സത്യത്തിൽ പരിശുദ്ധ ഖുർആൻ അതിശക്തമായ ഭാഷയിലാണ് ആ വിഷയം നമ്മളോട് ഉണർത്തുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏറ്റവും പരമപ്രധാനമായ തൗഹീദിന്റെ മേഖലകൾ പരാമർശിക്കുന്നിടത്ത് അതിനോട് ചേർത്ത് വെച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോടുള്ള നന്മയെ കുറിച്ച് പറയുന്നത്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് അല്ലാഹു വിധിച്ചിരിക്കുകയാണ്, അനുശാസനം ചെയ്തിരിക്കുകയാണ്. ശക്തമായി അല്ലാഹു ആ വിഷയം പറഞ്ഞിരിക്കുകയാണ്. അതിനോടൊപ്പം വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ മാതാപിതാക്കളോട് നീ നന്മയിൽ വർത്തിക്കുകയും ചെയ്യണം, നന്മയിൽ വർത്തിക്കുകയും ചെയ്യണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, അവരിൽ 2 പേരോ അല്ലെങ്കിൽ ഒരാളോ
നിന്റെ അടുക്കൽ പ്രയാസമാകുന്ന അവസ്ഥയിൽ, വാർദ്ധക്യമാകുന്ന അവസ്ഥയിൽ അവർ നിങ്ങളോടൊപ്പം ഉണ്ട് എങ്കിൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഛേ എന്ന ഒരു വർത്തമാനം പോലും അവരോട് നീ പറയരുത്. പറയാൻ തോന്നും, പിശാച് പ്രേരിപ്പിക്കും. പലപ്പോഴും പ്രായം ചെന്ന മാതാപിതാക്കളുടെ പല പ്രതികരണങ്ങളും അങ്ങനെയായിരിക്കും. അവരുടെ സംസാരം ചിലപ്പോൾ അങ്ങനെയായിരിക്കും, അവരുടെ പെരുമാറ്റം അങ്ങനെയായിരിക്കും. ആ വിഷയത്തിൽ ക്ഷമയോടെ നിൽക്കാൻ നിനക്ക് കഴിയണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, അവരോട് നീ കയർത്ത് സംസാരിക്കരുത്, അവരോട് മാന്യമായ വാക്കായിരിക്കണം നീ പറയേണ്ടത്. ലോക സൃഷ്ടാവിന്റെ നിർദ്ദേശമാണ് ഇത്. 1, 2, 3 ഇടങ്ങളിൽ അള്ളാഹു പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യങ്ങളല്ല. മാതാപിതാക്കളോടുള്ള നന്മയെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. മാതാപിതാക്കളോടുള്ള നന്മയെ സംബന്ധിച്ച് അയ്യു അഅമാലിൻ അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ പ്രവൃത്തി ഏതാണ് റസൂലേ എന്ന് ചോദിച്ചുകൊണ്ട് പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന സ്വഹാബിയോട് ഒന്നാമതായി നമസ്കാരത്തിന്റെ കാര്യം പറയുകയാണ്. അസ്വലാത്തു അലാ അവ്വലി വഖ്തിഹാ, നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ, അള്ളാഹുവിന് ഇഷ്ടമായ പ്രവർത്തനം എന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബി ചോദിക്കുന്നുണ്ട്, സുമ്മ അയ്യുൻ, പിന്നീട് എന്താണ്, പിന്നീട് ഏതാണ്? ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് പുണ്യം ചെയ്യലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു പ്രവൃത്തി എന്ന് പറയുകയാണ്. മൂന്നാമതായി കൊണ്ടാണ് അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം, അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ഇറങ്ങി പുറപ്പെടൽ, സ്വത്തുകൊണ്ട്, ശരീരം കൊണ്ട്, എല്ലാ രൂപത്തിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുന്നതിന്റെ പ്രാധാന്യം നമുക്കറിയാം. അതിനും ഒരുപടി മുന്നിലാണ് മാതാപിതാക്കളോടുള്ള നന്മ. അതുകൊണ്ടാണ് ഒരു സഹാബി റസൂലേ ജിഹാദ് ചെയ്യണം, എനിക്കും അങ്ങയോടൊപ്പം വരണം, യുദ്ധത്തിൽ പങ്കെടുക്കണം, ഷഹീദാകണം, പരമോന്നതമായ ആ പ്രതിഫലം എനിക്ക് കരസ്ഥമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വരുമ്പോ റസൂലുള്ളാഹ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, താങ്കളുടെ വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും താങ്കളുടെ സഹായം ആവശ്യമായിട്ടുള്ള മാതാപിതാക്കൾ ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട്. എങ്കിൽ താങ്കളുടെ ജിഹാദ് അതാണ്, അവിടേക്ക് ചെല്ലലാണ്, അവരെ പരിചരിക്കലാണ്, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കലാണ് താങ്കളുടെ ഏറ്റവും വലിയ ധർമ്മസമരം. അതിനും അപ്പുറമാണ് ഈ ധർമ്മസമരം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ ഇടയിൽ നിന്ന് ഏറ്റവും വലിയ ഒരു പ്രയാസമായി ഇന്ന് നമ്മളുടെ ഇടയിൽ ചെറുപ്പക്കാരാകട്ടെ, അതല്ലെങ്കിൽ വിദ്യാർത്ഥികളാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തുന്നത് ഇന്ന് നമ്മുടെ ഇടയിൽ ഒരു വലിയ വിഷയമല്ലാതായി മാറിയിട്ടുണ്ട്. അതൊരു വലിയ ഗൗരവമുള്ള വിഷയമല്ലാതായി മാറിയിട്ടുണ്ട്. സത്യത്തിൽ ആ അനുഗ്രഹത്തെ തിരിച്ചറിയാതെ പോകുകയാണ് നമ്മൾ എന്നുള്ളത് യാതൊരു തരത്തിലുമുള്ള ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ആ അനുഗ്രഹത്തെ നമ്മൾ തിരിച്ചറിയുന്നില്ല. കാരണം പലപ്പോഴും നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത, തിരുവനന്തപുരത്ത് നമ്മൾ ഈ അടുത്ത് കേട്ട വാർത്തയൊക്കെ എത്രയോ ക്രൂരമാണ്. 2000 രൂപ ചോദിക്കൂ, അത് കൊടുക്കാനില്ല, കൊടുക്കാത്തതിന്റെ പേരിൽ കഴുത്തിൽ ഷാൾ മുറുക്കുക, ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുക, ക്രൂരമായി കൊല്ലുവാൻ ശ്രമിക്കുക, കൊന്നു എന്ന് ഉറപ്പുവരുത്തിയിട്ട് റൂം പൂട്ടി പുറത്തിറങ്ങുക. എത്ര ദാരുണമായ വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ലഹരിക്കടിമപ്പെട്ട്, കഞ്ചാവിനടിമപ്പെട്ട്, അത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് പിതാവാരാണെന്നോ മാതാവാരാണെന്നോ തിരിച്ചറിയാതെ പല ഉമ്മമാരും ചില കൗൺസിലേഴ്സിനെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, വീട്ടിൽ കഴിയാൻ പറ്റുന്നില്ല, സ്വന്തം മകന്റെ നോട്ടം, അവന്റെ പെരുമാറ്റം അത് വേറെ രൂപത്തിലാണ്, എനിക്കിവിടെ കഴിയാൻ പറ്റില്ല എന്ന് സ്വന്തം മാതാവ് മറ്റൊരാളെ വിളിച്ചു പറയേണ്ട, രക്ഷപ്പെടുത്താൻ ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയ്ക്കും ഗുരുതരമാണ് ഇന്നത്തെ അവസ്ഥ. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ പലപ്പോഴും ഇന്ന് അതൊക്കെ ഒരു നിസാരമായ കാര്യങ്ങളായിക്കൊണ്ട് മാറിയിരിക്കുകയാണ്. സത്യത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണെന്ന് ആരും തിരിച്ചറിയുന്നില്ല.
അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, വിശ്വാസത്തിന്റെ ദൗർബല്യം തന്നെയാണ്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ദൗർബല്യമാണ്. അള്ളാഹു പഠിപ്പിച്ച ആ മാതാപിതാക്കളോടുള്ള പുണ്യത്തെ സംബന്ധിച്ചും അതിന്റെ പ്രതിഫലത്തെ സംബന്ധിച്ചും അവരെ പ്രയാസപ്പെടുത്തിയാൽ, അവരെ വേദനപ്പെടുത്തിയാൽ അത് വൻ പാപമാണെന്നും കഠിനമായ ശിക്ഷയ്ക്ക് നാളെ ഞാൻ വിധേയനാകുമെന്നുള്ള തിരിച്ചറിവ് ഇന്ന് മക്കൾക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആരാണെന്ന് ചിന്തിക്കുക. ഉള്ളിലേക്ക് ഇറങ്ങുന്നവനല്ലേ ചിന്തിക്കൂ, അതിനെക്കുറിച്ച് ബോധമുള്ളവനല്ലേ ചിന്തിക്കൂ. ഛേ എന്നൊരു വാക്ക് പോലും അവരോട് പറയരുത് എന്ന പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന കേൾക്കാനുള്ള ഒരു ബോധം ഇന്ന് നമ്മളുടെ മക്കളിലില്ല, ചെറുപ്പക്കാരിലില്ല. ഇത്തരത്തിൽ ഖുർആനുമായോ ദീനുമായോ ബന്ധപ്പെടുന്നവർക്ക് മാത്രമേ അതിനെക്കുറിച്ചുള്ള ബോധമുള്ളൂ. രണ്ട്, സിനിമകളും സീരിയലുകളും അത്തരത്തിലുള്ള റീൽസുകളും സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടുന്ന അത്തരം വീഡിയോസുകളിലും ഒക്കെ ഇന്ന് പലപ്പോഴും കണ്ടുവരുന്നത് വളരെ നിസ്സാരമായി മാതാപിതാക്കളെ തള്ളിക്കളയുന്ന ഒരു വിഭാഗത്തെയാണ്. അത്തരം റീൽസുകളാണ് കാണുന്നത്. പലപ്പോഴും മാതാപിതാക്കളെ കോമാളികളാക്കുന്നുണ്ട്. പിന്നെയോ ഏതെങ്കിലുമൊക്കെ ചില ദിവസങ്ങൾ വരുമ്പോ, മദേഴ്സ് ഡേ വരുമ്പോ അന്ന് കെട്ടിപ്പിടിച്ചെന്നുള്ളൊരു ഫോട്ടോ പ്രചരിപ്പിക്കുക, അതിന് മാത്രമുള്ള ഒരു ഉപകരണമായിട്ട് മാറാണ് സത്യത്തിൽ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അതും വിറ്റ് കാശാക്കാനാണ് നോക്കുന്നത്. സമൂഹത്തിൽ അത്തരം ഒരു പ്രചരണം നടത്തുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഹൃദയത്തോടുകൂടി, ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് സന്തോഷത്തോടെ മാതാവെന്ന പിതാവെന്ന സ്നേഹത്തോടെ ചേർത്ത് വെക്കുന്ന എത്ര ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ, എത്ര ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളുടെ ഉപയോഗം, സീരിയലുകളും സിനിമകളും ഒക്കെ ഇത്തരത്തിൽ വിപരീതമായ ഒരു ചിന്താഗതി നമ്മളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയ ഒരു ഗുരുതരമായ പ്രശ്നമായിട്ട് നമ്മൾ കാണണം. അതുപോലെ തന്നെ പലപ്പോഴും വളരെ നിസ്സാരമായി മാതാപിതാക്കളെ കാണുന്ന ഒരു തലമുറയായി മാറുന്നുണ്ട്. ചോദ്യം ചെയ്യുക എന്തും, ചോദ്യം ചെയ്യുന്നൊരവസ്ഥ, മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്നൊരവസ്ഥ. എത്രമാത്രം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരിക്കലും തിരിച്ചറിയുന്നില്ല. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് തിരിച്ചറിയുന്നവനെ ബോധ്യപ്പെടുകയുള്ളൂ. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫി ആമൈൻ. ക്ഷീണത്തിന് മേൽ ക്ഷീണവുമായി കൊണ്ടാണ് അവനെ ഗർഭം ധരിച്ചിട്ടുള്ളത്. അതിനുശേഷം ഗർഭധാരണം കഴിഞ്ഞ് പ്രസവത്തോടുകൂടി അവസാനിക്കുന്നില്ല ഒരു മനുഷ്യ കുഞ്ഞിന്റെ ജീവിതം. മറ്റുള്ള മൃഗങ്ങളിൽ ജനിച്ചു വീഴുമ്പോ അവർ തനിയെ എഴുന്നേക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അവർക്ക് ആവശ്യമായ പാല് തേടി അവർ മാതാവിന്റെ അകിടിലേക്ക് അവർ ചെല്ലും. ഒരു മനുഷ്യ കുഞ്ഞിനെ ഒരിക്കലും അങ്ങനെ വളരാൻ സാധിക്കില്ല. അവന് പിന്നെയും മാതാവിന്റെ ലാളനകൾ വേണം, മാതാവിന്റെ ശുശ്രൂഷകൾ വേണം, മാതാവിൽ നിന്നുള്ള ഒരു സുരക്ഷിതത്വം വേണം. അതല്ലെങ്കിൽ ഉറുമ്പരിച്ച നിലയിലായിരിക്കും കാണാൻ സാധിക്കുക. ഒന്നിനും കൊള്ളാത്ത ഒരു മൃതശരീരമായി അവൻ മാറും, യാതൊരു സംശയമില്ല. അത്രത്തോളം കെയർ ചെയ്ത് സംരക്ഷിച്ച് സുരക്ഷിതത്വത്തോടുകൂടി വളർത്തിയെടുക്കുകയാണ് ഓരോ കുഞ്ഞിനെയും. അങ്ങനെ വളർത്തിയെടുത്ത് തിരിച്ചറിവുണ്ടാകുമ്പോ, ഒരു പക്വതയിലേക്ക് എത്തുമ്പോ ആ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടിന്റെ ഒരു വില പോലും നൽകാതെ അവർക്ക് നേരെ കുറിച്ചു നോട്ടം നടത്തുക, അവരോട് മോശമായി പരുഷമായി സംസാരിക്കുക, അവരെ മർദ്ദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക, അവരെ മാനസികമായും ശാരീരികമായും പ്രയാസപ്പെടുത്തുക. സഹോദരങ്ങളെ, നൊന്ത് പ്രസവിക്കുമ്പോൾ പോലും എത്രയോ എല്ലുകൾ ഒടിയുന്ന നുറുങ്ങുന്ന വേദനയോടുകൂടി തന്റെ ശരീരത്തിന്റെ ചുണ്ടുകൾ പോലും കടിച്ചമർത്തി മുറിവുണ്ടാകുന്ന രൂപത്തിൽ ആ മാതാവ് പ്രസവിച്ച് പുറത്തേക്ക് വന്ന് അവസാനം ആ കുഞ്ഞിനെ കാണുമ്പോൾ അതൊക്കെ മറക്കും, മാതാവ് അതൊക്കെ മറക്കും. പക്ഷേ മറക്കാനാവാത്ത നൊമ്പരങ്ങളാണ് പിന്നീട് വളർന്നു വരുന്ന മക്കൾ സമ്മാനിക്കുന്നത് അവർക്ക്. അതിനേക്കാളും അപ്പുറം വേദനകളാണ്. ഒരു ദിവസം പോലും സ്വസ്ഥമായി വീട്ടിൽ കിടന്നിറങ്ങാൻ പോലും സമ്മതിക്കാത്ത അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ ഒരു സ്വാധീനം എന്ന് പറയുന്നത് ലിബറൽ ചിന്താഗതി തന്നെയാണ്.
നമ്മളുടെ മക്കളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലിബറൽ ചിന്താഗതി, അല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലിബറൽ ചിന്താഗതി, സ്വതന്ത്രവാദം, ആ സ്വതന്ത്രവാദത്തിലൂടെ കടന്നു പോകുമ്പോ അവിടെ മാതാപിതാക്കൾക്കൊന്നും സ്ഥാനമില്ല, ഇണകളൊന്നും വേണ്ട, അത്തരം കുടുംബ സംവിധാനങ്ങളെ വേണ്ട. നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ പ്രവർത്തിക്കാം, ഇഷ്ടമുള്ള പെണ്ണിനെ പ്രാപിക്കാം. ആ രൂപത്തിലുള്ള ഒരു ചിന്താഗതി കടന്നു വന്നതോടുകൂടി ബന്ധങ്ങളില്ലാതായി, ബന്ധങ്ങളുടെ മൂല്യങ്ങളില്ലാതായി. ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് സമൂഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മയെയും ഉപ്പയെയും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ആ രൂപത്തിൽ നമ്മൾ തിരിച്ചറിയണം. ഞാൻ ഏറ്റവും കൂടുതൽ സഹവസിക്കേണ്ടത്, ഞാൻ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത്, ഞാൻ ഏറ്റവും കൂടുതൽ ബാധ്യതകൾ പൂർത്തീകരിക്കേണ്ടത് അള്ളാഹു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ ആരോടാണെന്നുള്ള റസൂലിനോടുള്ള ചോദ്യത്തിന് 3 തവണയും നിന്റെ ഉമ്മയോട് ഉമ്മയോട് ഉമ്മയോടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. 4ാമതായിക്കൊണ്ട് പിതാവിനെയും പരിചയപ്പെടുത്തുന്നുണ്ട്. പിതാവിനോടും നീ ബാധ്യത പൂർത്തിയാക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ ഒരു വില നമ്മൾ കൽപ്പിക്കാറില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ചില കുട്ടികൾക്ക് തന്റെ പിതാവ് അല്ലെങ്കിൽ മാതാവ് സ്കൂളിലേക്ക് വരുന്നു എന്നറിയുമ്പോൾ നാണക്കേടാണ്. കാരണം ഉണങ്ങി ചുളുങ്ങിയ ചൊട്ടിയ ശരീരവുമായി വരുന്ന ആ മാതാവിനെ തന്റെ ചങ്കുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ നാണക്കേടുള്ള ആളുകളുണ്ട്. തന്റെ കൂട്ടുകാരുടെ മുമ്പിൽ ഒരു കുറവായിരിക്കും അത്. അവർക്ക് വേണ്ടി അധ്വാനിച്ചിട്ടാണ് ആ ശരീരം അങ്ങനെ ആയത് എന്ന് ചിന്തിക്കാൻ ഇന്ന് പലരും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ ലഭിച്ചിട്ട് അതുവഴി സ്വർഗം ലഭിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, പാപങ്ങൾ പുറത്തു കിട്ടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ നഷ്ടക്കാർ അത് നമ്മളായിരിക്കും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റദിമ അൻഫുഹു ثم رغم أنفه ثم رغم أنفه. നാശമടയട്ടെ 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 എന്ന് റസൂലുള്ള ആവർത്തിച്ചു പറഞ്ഞു. ഖീല മൻ, ആരാണ് റസൂലേ അവർ എന്ന് പറയുമ്പോ, ഖാല മൻ അദ്റക വാലിദൈഹി ഇൻദൽ കിബർ അഹദുഹുമാ ഔ കിലൈഹിമാ ثم لم يدخل الجنة. മാതാപിതാക്കളെ ലഭിച്ചിട്ട്, വൃദ്ധരായ മാതാപിതാക്കളെ ലഭിച്ചിട്ട്, അല്ലെങ്കിൽ അവരിൽ ഒരാളെ ലഭിച്ചിട്ട് അതുവഴി സ്വർഗത്തിലേക്ക് പോകാൻ അവൻ അതുകൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ അവൻ നാശമടയട്ടെ എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. മാതാപിതാക്കളോടുള്ള ബാധ്യത അവർ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കണം. അങ്ങനെ ഒരു മനസ്സുണ്ടാകാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ മാതാപിതാക്കളോട് നന്മ ചെയ്ത് സ്വർഗം നേടിയെടുക്കുന്ന സൗഭാഗ്യത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള വിശ്വാസികളെ, അള്ളാഹു നമുക്ക് അനുഗ്രഹമായി നൽകിയ മാതാപിതാക്കളെ ശ്രദ്ധിക്കുകയും അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് പുണ്യം ചെയ്യുകയും ചെയ്യണം എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. മാതാപിതാക്കൾ അവരോട് ചെയ്യുന്ന പുണ്യത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും പല കാര്യങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹയിൽ അകപ്പെട്ട 3 ആളുകളുടെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. രക്ഷപ്പെടാനാകാത്ത വിധം ഒരു വലിയ പാറ കൊണ്ട് ആ ഗുഹാമുഖം അടഞ്ഞപ്പോ അകത്തുണ്ടായിരുന്ന 3 ആളുകളും അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. വേറെ യാതൊരു തരത്തിലുമുള്ള രക്ഷയ്ക്ക് ഒരു സാധ്യതയുമില്ല റബ്ബേ, ഞങ്ങൾ എടുത്തു പറയുന്ന ഈ പ്രാർത്ഥന കൊണ്ട് നീ രക്ഷപ്പെടുത്തണമെന്ന് അവർ മനസ്സുരുകി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്.
അതിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നത് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അദ്ദേഹം അള്ളാഹുവിനോട് പറയുകയാണ്, റബ്ബേ, വൃദ്ധരായ മാതാപിതാക്കളുണ്ട് എനിക്ക്. ഞാനൊരു ആടിനെ മേയ്ക്കുന്ന ആളാണ്. എന്റെ ജോലി കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയാൽ ആ മാതാപിതാക്കളെ ഭക്ഷിപ്പിച്ചതിന് ശേഷമേ ഞാനും എന്റെ കുടുംബവും എന്റെ ഭാര്യയും മക്കളും ഭക്ഷിക്കുകയുള്ളൂ. ഒരിക്കൽ അവർ ഉറങ്ങിപ്പോയി. ആ ഉറങ്ങിപ്പോയ സന്ദർഭത്തിൽ അവർ ഉണരട്ടെ എന്ന് വിചാരിച്ച് അതുവരെയും വിശപ്പ് സഹിച്ച് എന്റെ മക്കളും എന്റെ ഭാര്യയും ഞാനുമൊക്കെ നല്ല വിശപ്പുണ്ടായിട്ടും അതൊക്കെ സഹിച്ച് അവർ ഉണരുന്നത് വരെ കാത്തിരുന്ന് അവർ ഉണർന്നപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ കഴിച്ചത്. അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക വബിതിഗാഅ വജ്ഹിക ഫഫർജിജ് അന്നാ മാ നഹ്നു ഫീഹി. റബ്ബേ, ഇത് ഞാൻ ചെയ്തത് നിന്റെ പ്രീതിയും നിന്റെ പ്രതിഫലവും ആഗ്രഹിച്ചിട്ടാണ്. അങ്ങനെയാണ് ഞാനത് ചെയ്തത് എങ്കിൽ ഈ തടസ്സത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ ഗുഹയിലെ അടഞ്ഞു കിടന്ന പാറ നീങ്ങിയെന്നാണ്. മറ്റു രണ്ടുപേരും പ്രാർത്ഥിച്ചു. അവരുടെ നന്മകൾ എടുത്തു വെച്ച് പൂർണ്ണമായും ആ ഗുഹാമുഖത്തേക്ക് പുറത്തുനിന്ന് പ്രകാശം കടന്നു വന്നു. അവർ അള്ളാഹുവിന് ശുക്ർ ചെയ്ത് അവിടെ നിന്നും യാത്ര തിരിച്ചു. ഈ സംഭവം നമ്മൾ എടുത്തു പറഞ്ഞ നന്മകൾ എടുത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമെന്നതിന്റെ തെളിവാണ്. അത് ദുനിയാവിൽ തന്നെ അള്ളാഹു ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് റിസൾട്ട് തരും എന്നതുമാണ് ആ ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അള്ളാഹു നമുക്ക് മാതാപിതാക്കളോട് നമ്മൾ ചെയ്ത ഏതു നന്മകൾ അങ്ങനെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കാൻ നമുക്കുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ ഉമ്മയോടും എന്റെ ബാപ്പയോടും അത്തരത്തിൽ ഞാൻ ഏത് നന്മ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് പ്രാർത്ഥിക്കാനുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെയുള്ള നന്മകൾ എടുത്തു വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ പ്രതിസന്ധികൾ അള്ളാഹുവിനോട് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത്തരം ഏത് നന്മകൾ നമുക്കുണ്ടോ അതെടുത്തു വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് എന്താണോ സന്തോഷമായി മാറുന്നത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ അവരോട് പെരുമാറണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. അതുപോലെ അവരെ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഒരു വാചകം, പ്രാർത്ഥനാ വാചകങ്ങൾ തന്നെ പഠിപ്പിച്ചു തന്നു. വഖുൽ, നീ പറയണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. കുട്ടിക്കാലത്ത്, കുഞ്ഞുകാലത്ത് അവർ എനിക്ക് കരുണ ചെയ്തതുപോലെ, എന്നെ സംരക്ഷിച്ചതുപോലെ, കാരുണ്യം ചെയ്തതുപോലെ അവർക്ക് രണ്ടുപേർക്കും നീ കരുണ ചെയ്യണേ അല്ലാഹുവേ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ അവരുടെ പ്രിയപ്പെട്ട ബന്ധങ്ങൾ അവരുടെ കാലശേഷം മുറിഞ്ഞു പോകാൻ പാടില്ല എന്നാണ്. അവരുടെ സുഹൃത്തുക്കളെ നമ്മൾ സന്ദർശിക്കണം. അവരുമായുള്ള ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തുകയും ചെയ്യണം. ഇതെല്ലാം അവരോടുള്ള ബാധ്യതയാണ്. അവർക്ക് വേണ്ടി നമ്മൾ നിർവഹിക്കേണ്ട നന്മകളാണ്. അതെല്ലാം നമുക്ക് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗവുമാണ്. അങ്ങനെയുള്ള സന്താനങ്ങളെ നമ്മൾ വളർത്തിയെടുക്കുകയും ചെയ്യണം, അങ്ങനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. ആ രൂപത്തിൽ സന്താനങ്ങൾക്ക് നൽകേണ്ട കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗമം കഴിഞ്ഞ ആഴ്ചയും ഓർമ്മപ്പെടുത്തിയതാണ്. അതിന്റെ മുൻപുള്ള ആഴ്ചകളിലുമൊക്കെ ഓർമ്മപ്പെടുത്തിയതാണ്. കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് മക്കൾക്ക് കൃത്യമായ ദിശാബോധം നൽകുന്ന ആ കോൺഫറൻസിൽ നിങ്ങളുടെയൊക്കെ മക്കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ നിന്നും വാഹനമുണ്ടാകും ഇൻഷാ അല്ലാഹ്. നമ്മൾ അത് കൃത്യമായിട്ടും ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ മക്കളെ ശനിയും ഞായറും ഒക്കെ ഇറങ്ങുക നമ്മളുടെ നാട്ടിലേക്ക്, നമ്മളുടെ പ്രദേശത്തേക്ക്. നമ്മൾ ലഘുലേഖകളുണ്ട്, ആ ലഘുലേഖയുമായി ഇറങ്ങുക. അവരെ ഇത് ബോധ്യപ്പെടുത്തുക, മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തുക, ആ മക്കളെ ആ പ്രോഗ്രാമിലേക്ക് എത്തിക്കുക. ആ പുണ്യം നമുക്ക് വലിയ ഒരു പ്രയോജനമായി നാളെ മാറും. യാസീൻ പറഞ്ഞതാണ്, നമ്മൾ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ മാത്രമല്ല, ചിലത് അടയാളങ്ങളായി മാറും. ചിലത് അടയാളങ്ങളായി നമ്മൾ അവശേഷിപ്പിച്ചിട്ട് പോകും. ആ അടയാളങ്ങൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഇവിടെ ഉണ്ടാകും.
ഒരു മസ്ജിദ് അടയാളമാണ്. അതിനുവേണ്ടി വിയർപ്പൊഴുക്കിയവർ മരണപ്പെട്ടാലും ആ മസ്ജിദിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും അവർക്ക് പ്രതിഫലം കിട്ടും. അതുപോലെ മസ്ജിദുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളെ സൃഷ്ടിക്കുക എന്നുള്ളത് വലിയൊരു പുണ്യമല്ലേ? ഒരു പുതുതലമുറയെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പുണ്യമാണ്. ആ തലമുറയാണ് ഇനി ഇതൊക്കെ നോക്കി നടത്തേണ്ടവർ. നമ്മളുടെ കാലം കഴിഞ്ഞാൽ ഈ സംവിധാനത്തെ നോക്കി നടത്തേണ്ടവർ വരും തലമുറയാണ്. ആ തലമുറ ദിശാബോധമില്ലാത്തവരാണെങ്കിലുള്ള അവസ്ഥ ചിന്തിച്ചു നോക്കിയേ. വഴിതെറ്റിയവരായി മാറിയാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ പിടിച്ചിടത്തും നമ്മൾ പറഞ്ഞിടത്തും നിൽക്കാത്ത മക്കളായി അവർ മാറുന്നൊരവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അതിൽ നിന്നുള്ളൊരു പരിഹാരമാണ് ഇത്തരം സംഗമങ്ങൾ. അതിലേക്ക് നമ്മുടെ മക്കളെ എത്തിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ വലിയ ഗുരുതരമായ വീഴ്ചയാണ് ആ വിഷയത്തിൽ നമ്മൾ വരുത്തുന്നത്. അതുകൊണ്ട് ആ സംഗമത്തിൽ നമ്മുടെ മക്കളെ എത്തിക്കുകയും അവർ ഭാവിയിൽ വളർന്നു വരുന്ന നല്ല യുവാക്കളായി മാറട്ടെ. ഇത്തരം സംവിധാനങ്ങൾക്ക് കരുത്തു പകരുന്ന, ഇതിനെ കൊണ്ടു നടക്കുന്ന ആളുകളായിട്ട് അവർ മാറട്ടെ. പുതിയ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഘമായി അവർ മാറട്ടെ. അതിനുവേണ്ടി ആദ്യമായി കൈപിടിച്ചവർ നമ്മളായി മാറട്ടെ. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഇൻഷാ അല്ലാഹ് ശനി ഞായറും ഒക്കെ നടത്തണം. ഇനി അധിക ദിവസങ്ങളില്ല, 11-ാം തീയതിയാണ് പ്രോഗ്രാം. ആ രൂപത്തിൽ അതിനുവേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ചെറുതും വലുതുമായ പരിശ്രമങ്ങൾ അള്ളാഹു സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന, അവരെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠരായ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ ഇത്തരം മേഖലകളിൽ സംഭവിച്ച വീഴ്ചകൾ, പോരായ്മകൾ, തെറ്റുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നന്മയിൽ മുന്നേറുവാനും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയ, മരണപ്പെട്ടു പോയ പണ്ഡിതന്മാരുണ്ട്, ഉസ്താദ്മാരുണ്ട്, മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, ഗുരുനാഥന്മാരുണ്ട്. അവരുടെയൊക്കെ ഖബറിടം നീ വിശാലമാക്കണമേ റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾ നീ മാറ്റിക്കൊടുക്കുകയും ഞങ്ങൾക്കും അവർക്കും ആരോഗ്യവും ആഫിയത്തും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. കടങ്ങൾ കൊണ്ട് വലയുന്ന, സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, കച്ചവട രംഗത്ത് പ്രയാസം അനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കിക്കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുയെ, ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും നീ സമാധാനവും നിർഭയത്വവും കാരുണ്യവും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഖുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.